ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ ത്വം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ വൈകിട്ട് നമ്മൾ തുടങ്ങി വെച്ചു. അതിഗഹനമായിട്ടുള്ള വേദസ്തുതി അല്ലെങ്കിൽ ശ്രുതിഗീത എന്ന് പറയുന്ന അധ്യായമാണ്. അതിൽ 14 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടും ശ്രുതിഗീത. 28 ശ്ലോകങ്ങളാണ്. അതിലേക്കുള്ള ആമുഖം ആണ് 13 ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ഉപസംഹാര ഭാഗങ്ങളാണ് പിന്നീട് അവസാന ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കാദ്യം വായിക്കാം. വായിച്ചിട്ട് അതിലേക്ക് വരാം. 50 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 87-തമോऽധ്യായഃ. പരീക്ഷിതുവാച. ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. ശ്രീശുക ഉവാച. ബുദ്ധീന്ദ്രിയമനഃ പ്രാണാൻ ജനാനാം അസൃജത് പ്രഭുഃ മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ അകൽപനായ ച. സൈഷാ ഹ്യുപനിഷദ് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃതാ ശ്രദ്ധയാ ധാരയേത് യസ്താം ക്ഷേമം ഗച്ഛേത് അകിഞ്ചനഃ. അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത്പ്രിയഃ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. യോ വൈ ഭാരതവർഷേऽസ്മിൻ ക്ഷേമായ സ്വസ്തയേ നൃണാം ധർമ്മജ്ഞാനശമോപേതം ആകൽപാദാസ്തിദസ്തപഃ. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം പ്രണതോ പൃച്ഛത് ഇദമേവ കുരുദ്വഃ. തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാം ഇദം യോ ബ്രഹ്മവാദഃ പൂർവേഷാം ജനലോകനിവാസിനാം. ശ്രീഭഗവാനുവാച. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്തഃ ശ്രുതയോ യത്ര ചേതത്തെ. തത്ര ഹായമഭൂത് പ്രശ്നഃ ത്വം മാം യം അനുപൃച്ഛസി. തുല്യശ്രുതതപഃശീലാഃ തുല്യസ്വീയാരിമധ്യമാഃ അപി ചക്രുഃ പ്രവചനം ഏകം ശുശ്രൂഷവോപരേ. സനന്ദന ഉവാച.
സ്വസൃഷ്ടം ഇതമാപീയ ശയാനം സഹശക്തിഭിഃ തദന്തേ ബോധയാൻ ചക്രുഹു തല്ലിംഗൈ ശ്രുതയഃ പരം യഥാ ശയാനം സമ്രാജം വന്ദിനസ്തൽപരാക്രമൈഃ പ്രത്യൂഷേഭ്യേത്യ സുശ്ലോകൈഃ ബോധയന്ത്യനുജീവിനഃ ശ്രുതയ ഊചുഃ ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ അഗജഗദോഗസാം അഖിലശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരേന്നിഗമഃ ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാത് അത ഋഷയോ ദദുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം ഇതി തവ സൂരയസ്ത്രധിപതേ കില ലോകമല ക്ഷപണകഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹുഃ കിമുദ പുനഃ സ്വധാമ വിദുദാശയകാലഗുണാഃ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം ധൃതയ ഇവ ശ്വസന്ത്യസുഭൃതോ യദി തേനുവിധാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹദഃ പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷവശേഷമൃതം ഉദരമുപാസത്തെ ഋഷിവത്മസു കൂർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തത ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ സ്വകൃതവിചിത്രയോനിഷു വിശന്നിവ ഹേതുദയാ തരതമതഃ ചകാസ്യനലവത് സ്വകൃതാനുകൃതിഃ അധവിദദാ സ്വമൂഷ്വവിദദം തവ ധാമ സമം വിരജതിയൊന്വയന്ത്യഭിവിപണ്യവയേകരസം സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖില ശക്തിധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്ഛ കവയോ നിഗമാവപനം ഭവത ഉപാസതേംഗ്രിമഭവം ഭുവി വിശ്വസിതാഃ ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോഃ ചരിതമഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണാഃ ന പരിലഷന്തി കേചിദപവർഗമപീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ ത്വദനുപഥം കുലായമിദമാത്മസുഹൃത്പ്രിയവച്ചരതി തഥോന്മുഖേ ത്വയി ഹിതേ പ്രിയ ആത്മനി ച ന ബദരമന്ത്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ ഭ്രമന്ത്യുരുഭയേ കുശരീരഭൃതഃ നിഭൃതമരുത്മനോക്ഷദൃഢയോഗയുജോ ഹൃദി യത് മുനയ ഉപാസത്തെ തദരയോപി യയുസ്മരണാത് സ്ത്രിയ ഉരകേന്ദ്രഭോഗഭുജദണ്ഡവിഷക്തധിയോ വയമഭിതേ സമാസമദൃശോऽംഘ്രിസരോജസുതാഃ കൈഹനുവേദബദാവരജന്മലയോഗ്രസരം യത ഉദഗാത് ഋഷിർയമനുദേവഗണാ ഉഭയേ തർഹി ന സന്ന ചാസൻ ആസദുഭയം ന ച കാലജവഃ കിമപി ന തത്ര ശാസ്ത്രമവകൃഷ്യ ശയീദയതാം ജനിമസദഃ സതോ മൃതിമുതാത്മനി യേ ച വിതാം വിപണമൃതം സ്മരന്തി ഉപദിശന്തി ത ആരുപിതൈഃ ത്രിഗുണമയഃ പുമാനിതി ഭിദായദബോധകൃതാ ത്വയി ന തതഃ പരത്ര സ ഭവേദവബോധരസേ ത്വദവഗമീ ന വേത്തി ഭവദുത്ഥശുഭാശുഭയോർ ഗുണവിഗുണാന്വയാംസ്തർഹി ദേഹഭൃദം ച ഗിരഃ അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃഗോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേ നയയുരന്തമനന്തദയാ
ത്വമപി യദന്തരാണ്ഡനിചയാനനു സംസാവരണാഃ ഖൈവരജാംസി വാന്തി വയസായഃ യത്ശ്രുതയഃ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. ശ്രീഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രിത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചുഃ സിദ്ധാജ്ഞാത്വാത്മനോഗതിം. ഇത്യശേഷ സമാമ്മനായ പുരാണോപനിഷദ്രസഃ സമുദ്രിത പൂർവജാതൈർവ്യോമയാനൈർമഹാത്മഭിഃ ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണഃ ശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനിഃ. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അഭവായോഷധീ കലാഃ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോ ഗാദാശ്രമം സാക്ഷാത് പിതൃദ്വൈപായനസ്യ മേ. സഭാജിതോ ഭഗവതാ കൃതാസനപരിഗ്രഹഃ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം. ഇത്യേതദ്വർണിതം രാജൻ യന്നഃ പ്രശ്നഃ കൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ വിമലശ്ചരേത്. യോസ്യോത്പ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസ്സൃഷ്ട്വേദം അനുപ്രവിശ്യ ഋഷിനാ ചക്രേ പുരഃശാസ്തിതാഃ. യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തഃ കുലായം യദാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ സുഭദ്രാഹരണത്തിന് ശേഷം ഭഗവാന്റെ മിഥിലാപുരി ഗമനം, അതിലൂടെ സനാതനധർമ്മം വേദ ഉപദേശത്തിലൂടെ എപ്രകാരമാണ് പ്രവൃത്തി നിവൃത്തി ഇങ്ങനെ രണ്ട് ധർമ്മങ്ങളെ സംരക്ഷിച്ചു പോരുന്നത്, അഥവാ രണ്ട് ജീവിത മാർഗങ്ങളെ നിലനിർത്തിപ്പോരുന്നത് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ പ്രവൃത്തിധർമ്മം, നിവൃത്തിധർമ്മം, അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതാണ് 86-ാം അധ്യായം. ഈ 87-ാം അധ്യായം വേദത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള
വിഷയം അഥവാ സാരം അഥവാ താൽപ്പര്യം, വേദത്തിൻ്റെ താൽപ്പര്യം അത് ഈശ്വര സാക്ഷാത്കാരം നേടൽ അഥവാ ബ്രഹ്മസാക്ഷാത്കാരം നേടൽ അഥവാ മോക്ഷം പ്രാപിക്കലാണ്. ആ മോക്ഷമാർഗമാണ് വേദത്തിൽ പ്രധാനമായിട്ട് ഉപദേശിച്ചിരിക്കുന്നത്. അതാണ് വേദത്തിൻ്റെ പരമ താൽപ്പര്യം. കാരണം ഈ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾക്ക് ബുദ്ധിയും യുക്തിയും നമ്മുടെ ഇന്ദ്രിയങ്ങളും മറ്റ് ഭൗതികമായ അറിവുകളും എല്ലാം മതിയാവും. അപരാവിദ്യ എന്ന് പറയുന്ന വിദ്യകൾ കൊണ്ട് തന്നെ ഈ ലോകത്തിൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ അത് മറ്റ് വിദ്യകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് ശാസ്ത്രങ്ങളൊക്കെ അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മറ്റ് ശാസ്ത്രങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയല്ല വേദത്തിന് നമ്മളോട് പ്രധാനമായി പറയാനുള്ളത്. മറ്റ് ശാസ്ത്രങ്ങളിലൊന്നും ലഭിക്കാത്തതായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഏറ്റവും എന്താ പറയുക, ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്ത, മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ പരമസത്യത്തെ ബോധിപ്പിക്കുക, ആ സത്യത്തെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാനുള്ള അറിവ് നൽകുക. ഇതാണ് വേദങ്ങളുടെ താൽപ്പര്യം. വേദം അതിലാണ് പ്രവർത്തിക്കുന്നത്. വേദത്തിലെ സബ്ജക്റ്റ് മാറ്റർ ബ്രഹ്മം എന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പരമസത്തയാണ്. സത്യം പരം ധീമഹി. ആ പരമസത്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വേദം. ബാക്കി ഭൗതിക കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ പറഞ്ഞ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള അറിവും നേട്ടങ്ങളും അനുഭവങ്ങളും എല്ലാം തന്നെ നിങ്ങളെ പാകപ്പെടുത്തി ഈ പരമസത്യത്തിലേക്ക് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുകയും ഈ പരമസത്യത്തെ വേണ്ട പോലെ ഗുരുക്കന്മാരിൽ നിന്ന് ശാസ്ത്രങ്ങളിൽ നിന്ന് ഗ്രഹിച്ച് അതിനെ മനന നിധിധ്യാസനങ്ങളിലൂടെ അനുഭവമാക്കി തീർക്കണം. എല്ലാ സംശയങ്ങളും തീർക്കണം, എല്ലാ മറകളും നീക്കണം. ഇതാണ് വേദത്തിൻ്റെ പരമ താൽപ്പര്യം, ഈ ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ ആ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ഭാഗവതവും. ഭാഗവതത്തിൻ്റെ ലക്ഷ്യവും സത്യം പരം ധീമഹി. പഞ്ചമവേദമായ പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാപുരാണമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം അത് നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് മൂത്തുപഴുത്തു വീണ പഴം തന്നെയാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ സത്ത നിങ്ങൾ അനുഭവിക്കാതെ അതിൻ്റെ തോലും ചണ്ടിയും തിന്നിട്ട് തൃപ്തരായി പോകാമോ? അല്ലേ? നമ്മളാരെങ്കിലും ഏതെങ്കിലും പഴം കിട്ടിയാൽ അതിൻ്റെ സാരമായിട്ടുള്ള കാമ്പിനെ ഭക്ഷിക്കാതെ അതിൻ്റെ ആവശ്യമില്ലാത്ത തോലും കൊട്ടയും മറ്റ് ഭാഗങ്ങളൊക്കെ ഭക്ഷിക്കുമോ? ഒരു ചക്കപ്പഴം കിട്ടിയാൽ അതിൻ്റെ പുറം ഭാഗമാണോ നമ്മൾ ഭക്ഷിച്ചിട്ട് അകംഭാഗത്തെ കളയുകയാണോ ചെയ്യുക? വിവേകമുള്ളവരെന്താ ചെയ്യേണ്ടത്? ആദ്യം ചക്ക എന്താണ്, അതിനുള്ളിൽ എന്താണ്, ഏതാണ് സ്വാദുള്ളത്, ഏതാണ് നമുക്ക് കൂടുതൽ പോഷകമായിട്ടുള്ളത്, ദോഷമില്ലാത്തത് എന്നൊക്കെ
അറിഞ്ഞ് അതിനെ വേർതിരിച്ചെടുത്ത് ആ മധുരമുള്ള അമൃത് പോലെയുള്ളതായിട്ടുള്ള തേൻ വരിക്ക എന്നൊക്കെ പറയുന്ന ചക്കയുടെ ചുളകളല്ലേ ഭക്ഷിക്കേണ്ടത്. ബാക്കിയുള്ള അതിൽ എന്താ പറയുക, അതിലുള്ള ഞവിഞ്ഞ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അതിലെ എക്സ്ട്രാ ഫിറ്റിങ്സ്, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ കട്ടിയുള്ളതായിട്ടുള്ള തൊലിയും അതിലെ മുള്ളുകളും അതിൻ്റെ ചക്കച്ചുളയ്ക്ക് പുറത്തുള്ളതായിട്ടുള്ള ആ കൂഞ്ഞെന്നോ ഞവിഞ്ഞെന്നോ ഒക്കെ പറയുന്നതായിട്ടുള്ള സാധനവും എല്ലാം തന്നെ ഈ സ്വാദുള്ള സാധനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിത്ത് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വൃക്ഷത്തിൻ്റെ വംശ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വിത്ത്. അതും സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ വിത്തും നമുക്ക് പ്രധാനമായി കഴിക്കാനുള്ളതല്ല, കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതുപോലെ പുറത്തുള്ള തോടും കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പശുക്കളും ആനയൊക്കെ തിന്നുന്നുണ്ട്. പക്ഷേ നമുക്കത് രുചിയൊന്നുമില്ലാത്തതാണ്. അതിൽ മുള്ളിൻ്റെ ഭാഗം തിന്നാൻ ഇത്തിരി പ്രയാസവുമാണ്. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ആ മടല് എന്ന് പറയുന്ന ഭാഗം കുറച്ച് എന്താ പറയുക ചെത്തിയെടുത്ത് പല കറികളുമൊക്കെ വയ്ക്കാം. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്, അതിലെ മധുരമുള്ള ചുളകളാണ്. അതിൽ എല്ലാം കളഞ്ഞ് ആ ചുള മാത്രം ഭക്ഷിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക, ചക്കയെക്കുറിച്ച് അറിയുന്നവർ ചെയ്യുക. അതേപോലെ ഓരോ പഴത്തിൻ്റെയും ഏറ്റവും സാരമായിട്ടുള്ള കാമ്പ് എന്താണോ അതിനെയാണ് ഭക്ഷിക്കേണ്ടത്. അപ്പോൾ അതുപോലെ വേദത്തിൻ്റെ സാരം എന്താണ്? കർമ്മകാണ്ഡങ്ങളാണോ, ഉപാസനാകാണ്ഡങ്ങളാണോ, മറ്റ് അതിലെ ഉപവേദങ്ങളാണോ, ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും അറിവ് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനാണോ താല്പര്യം കാണിക്കേണ്ടത്? വേദത്തിൽ പല ഭൗതിക വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയുണ്ട്. പക്ഷേ അതല്ല വേദത്തിന് നമ്മളോട് പറയാനുള്ളത്. അതെല്ലാം ഈ പറഞ്ഞ ഉള്ളിലെ മാംസളമായ ആ ചക്കയുടെ ചുളയെ സംരക്ഷിക്കുന്ന അതിൻ്റെ തൊലിയും അതിൻ്റെ മടലും അതിൻ്റെ എന്താ പറയുക ഞവിഞ്ഞുകളും എന്തൊക്കെയാണോ ഇതിനെ സുരക്ഷിതമായി രക്ഷിക്കുന്നത്, അതുപോലെ രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഭൂരിപക്ഷം ആളുകൾ എന്താ ചെയ്യുന്നത്, ഈ പുറത്തുള്ളതിനെയൊക്കെ തിന്നിട്ട് അകത്തുള്ള കാമ്പിനെ വലിച്ചെറിയുന്നു. ഭാഗവതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ എന്നൊക്കെ നന്നായി പാടുകയൊക്കെ ചെയ്യും. അപ്പം എന്താണ് നിഗമത്തിൻ്റെ താല്പര്യം, നിഗമത്തിൻ്റെ സാരം എന്താണ്? അതാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് മിസ് ചെയ്യുന്നു. എന്നിട്ടിങ്ങനെ പുറന്തോട്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് പോരാ, ഭാഗവതത്തിൻ്റെ സാരം ആസ്വദിക്കണം. ഭാഗവതത്തിൻ്റെ സാരം ഈ പറഞ്ഞ ബ്രഹ്മതത്വമാണ്. അപ്പം ആ ബ്രഹ്മതത്വത്തെ തന്നെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അവിടെ ഭഗവാൻ എന്ന് പറയപ്പെടുന്നതും അതേ ബ്രഹ്മതത്വം തന്നെയാണ്. ഇവിടെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗങ്ങൾ എന്ന ഗുണങ്ങളോടുകൂടിയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായിട്ടുള്ള ആ ഗുണങ്ങൾ അതുതന്നെയാണ് ഭഗങ്ങൾ. അപ്പോൾ സഗുണമായിട്ടാണ് നമ്മൾ ഭഗവാനെ ആദ്യം കാണുന്നത്, അറിയുന്നത്, ഉപാസിക്കുന്നത്. അവിടെ നിർത്തിക്കൂടാ. ഭഗവാനെ
ആ സഗുണബ്രഹ്മമായി മാത്രം ഉപാസിച്ചാൽ പോരാ, അങ്ങനെ മാത്രം കണ്ടാൽ പോരാ. ആ ഭഗവാന്റെ യഥാർത്ഥ തത്വം ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മഭാവമാണ്. അവിടേക്ക് ഉയർന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ ഭ്രമങ്ങളും തീരുകയുള്ളൂ. അദ്വൈതം എന്ന സത്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തിയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും. ആ കുടുങ്ങിക്കിടക്കാതിരിക്കാനാണ് ഉപനിഷത്തൊക്കെ പറഞ്ഞത്, നേദം യതിദമുപാസതേ, നേദം യതിദമുപാസതേ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. ചക്ഷുഷാന പശ്യതി ഏന ചക്ഷുഗുംഷി പശ്യതി തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യതിദമുപാസതേ. യത് ശ്രോത്രേണ ന ശൃണോതി, ഏതൊന്നിനെ ശ്രോത്രം കൊണ്ട് കേൾക്കാനാവില്ലയോ, ഏതൊന്നിനാൽ ശ്രോത്രം ശ്രവിക്കുന്നുവോ, തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യതിദമുപാസതേ. യത് മനസാനമനുദേ, ഏതൊന്ന് മനസ്സിനാൽ മനിക്കപ്പെടുന്നില്ലയോ, ഏതൊന്ന് ഉള്ളതുകൊണ്ടാണ് മനസ്സ് മനിക്കുന്നത്, തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. ഏതൊന്ന് പ്രാണനാൽ അറിയപ്പെടുന്നില്ലയോ, ഏതൊന്നിനാൽ പ്രാണങ്ങൾ പ്രവർത്തിക്കുന്നുവോ, തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. അതിനെ ബ്രഹ്മമെന്നറിയണം. അല്ലാതെ നിങ്ങൾ ഉപാസിക്കുന്ന നാമരൂപങ്ങളോടുകൂടിയ ഉപാധികളോടുകൂടിയതായിട്ടുള്ള ഭാവങ്ങളല്ല യഥാർത്ഥ ഈശ്വരൻ. ആ ഉപാധികൾക്കെല്ലാം അപ്പുറത്തേക്ക് നിരുപാധികമായിട്ടുള്ള ഒരു തലമുണ്ട് ഈശ്വരന്. അത് മറക്കരുത്. ആ നിരുപാധികമായിട്ടുള്ള ഭഗവാന്റെ ഭാവം അറിയുമ്പോഴേ നമ്മൾക്ക് ആ ഭഗവാനിലേക്ക് ലയിക്കാനാവുള്ളൂ, നമ്മളില്ലാതെയാവുള്ളൂ. നമ്മളില്ലാതെയാവലാണ് മോക്ഷം. നമ്മുടെ വ്യക്തിത്വം ഇല്ലാതെയാവണമെങ്കിൽ ഈ ഉപാധിക്ക് അതീതമായിരിക്കുന്ന, ഉപാധിരഹിതമായിരിക്കുന്ന ആ ബ്രഹ്മഭാവത്തെ നമ്മൾ തിരിച്ചറിയണം. നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ തത്വത്തെ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ രണ്ടും ഒന്നാണ് എന്നുള്ള ബോധ്യം വരുള്ളൂ. തത്വമസി എന്ന മഹാവാക്യം നമുക്ക് ബോധിക്കണമെങ്കിൽ ഈ നിരുപാധികമായ ഈ ഉപാധികളെല്ലാം തള്ളിക്കളഞ്ഞ് ബാക്കിയാവുന്നതെന്ത്? ഈ ഭേദഭാവനയെ ഉണ്ടാക്കുന്ന ഉപാധികളെല്ലാം നീക്കിക്കളയുമ്പോൾ സാമ്യം എവിടെയാണുള്ളത്? ആ സമാനതകൾ ഉള്ളതായിട്ടുള്ള ഭാവത്തിലാണ് തത്വമസി എന്ന മഹാവാക്യം നമുക്ക് ബോധ്യമാവുക. അതാണ് നമ്മൾ ഇന്നലെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ജഹദ് അജഹദ് ലക്ഷണ അല്ലെങ്കിൽ ഭാഗത്യാഗ ലക്ഷണ എന്ന ലക്ഷണാവൃത്തിയിലൂടെ വേണം തത്വമസി മഹാവാക്യത്തിൻ്റെ അർത്ഥം ബോധിക്കാൻ. അപ്പോൾ വേദം ആ ബ്രഹ്മതത്വത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതിന് ആദ്യം രണ്ട് തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം: സഗുണം, നിർഗുണം എന്ന്. ആ സഗുണത്തെ നല്ലതുപോലെ ബോധിച്ച് ഉപാസിച്ച് സഗുണത്തിൽ നിന്ന് നിർഗുണത്തിലേക്ക് ഉയരണം. ആ സഗുണത്തെ തന്നെയാണ് വേദം തടസ്ഥ ലക്ഷണത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ പറയുന്നത്. അതിനെ തന്നെയാണ് സ്വരൂപ ലക്ഷണത്തിലൂടെ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മം എന്നും പറയുന്നത്. രണ്ട് ലക്ഷണങ്ങൾ, തടസ്ഥ ലക്ഷണമെന്നും സ്വരൂപ ലക്ഷണമെന്നും വേദം
ഈ തത്വത്തെ പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്നു. അതിൽ തടസ്ഥ ലക്ഷണം ജഗത് കാരണമായ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അവിടെ ജഗത് കാരണം ബ്രഹ്മ എന്ന് പറയുമ്പോൾ മായാസഹിതമായ ഈശ്വരൻ എന്നുള്ള ഭാവം പ്രാപിക്കും. നിരുപാധികമായിട്ടുള്ള ജഗത്തിനെല്ലാം അതീതമായിരിക്കുന്ന ആ ശുദ്ധമായിട്ടുള്ള ചൈതന്യം, ആ ശുദ്ധ തത്വം, നിർഗുണ ബ്രഹ്മം, അതിനെയാണ് സ്വരൂപ ലക്ഷണങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ഭാഗവതം ആരംഭിച്ചത് ജന്മാദ്യസ്യ യതഃ എന്നൊരു മഹാവാക്യത്തോടു കൂടിയിട്ടാണ്. ബ്രഹ്മസൂത്രവാക്യം അത് തടസ്ഥ ലക്ഷണമാണ്. സത്യം പരം ധീമഹി എന്ന് ഉള്ള പ്രയോഗം ആ പരമസത്യത്തെ സൂചിപ്പിക്കുകയാണ്. നിർഗുണ നിരാകാരമായിട്ടുള്ള വസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും സ്വരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾക്കറിയാവുന്ന ഈ ജഗത്തിൻ്റെ ആ തലത്തിൽ നിന്ന് ഈ ജഗത്ത് ഈശ്വരൻ തന്നെയാണ്, ഈ ജഗത്തിന് കാരണം ഈശ്വരനായതുകൊണ്ട് കാരണം തന്നെയാണ് കാര്യരൂപത്തിലിരിക്കുന്നത്, അതുകൊണ്ട് ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാണെന്നുള്ള സർവാത്മഭാവം അല്ലെങ്കിൽ സർവം ഖൽവിതം ബ്രഹ്മ എന്ന ആ മഹാവാക്യം, ആശയം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? അത് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം പ്രജ്ഞാനമാണ്, ബോധമാണ്, ചൈതന്യമാണ്, അറിവാണ്. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ സർവം ഖൽവിതം ബ്രഹ്മ എന്നുള്ള തലത്തിൽ നിന്ന് സൂക്ഷ്മതലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം. അത് കഴിഞ്ഞ് അയമാത്മാ ബ്രഹ്മ. നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വത്വം ആത്മാ. ഈ ആത്മാ, നമ്മുടെ ജീവാത്മാ, അത് പരമാത്മാവ് തന്നെയാണ് എന്ന് സാമാന്യമായിട്ട് ഒരു മഹാവാക്യം കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് തത്വമസി, ആ ബ്രഹ്മം നീ തന്നെ എന്ന് ഉപദേശിക്കുന്നു. അത് അനുസന്ധാനം ചെയ്ത് അഹം ബ്രഹ്മാസ്മി എന്നനുസന്ധാനം ചെയ്ത് ആ ബ്രഹ്മതത്വമായി സ്വയം ഭവിക്കുന്നു. അപ്പോൾ അതിന് എന്താണ് ഈ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം? അത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെയുള്ള മഹാവാക്യങ്ങൾ കൊണ്ട് ഉപനിഷത്തുക്കളിൽ പല ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റ് ഒരു പ്രമാണങ്ങളെ കൊണ്ടും അറിയാൻ കഴിയാത്ത വസ്തുവിനെ അറിയിക്കുന്ന പ്രമാണമാണ് വേദം. ആ വേദം നമ്മളെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ, നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെയാണ് നമുക്ക് പ്രമാണങ്ങൾ. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമാകരണം, പ്രമാണം, പ്രമയെ ജനിപ്പിക്കുന്നത്, അറിവിനെ ജനിപ്പിക്കുന്നത്. പ്രമ എന്നാൽ അറിവ് എന്നാണ്. അറിവിനെ ഉണ്ടാക്കുന്നത് പ്രമാണം. നമ്മുടെ കണ്ണ് രൂപങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കുന്നു, കാത് ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കുന്നു, നാവ് രുചികളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കുന്നു, മൂക്ക് ഗന്ധത്തെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കുന്നു, ത്വക്ക് സ്പർശത്തെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാക്കുന്നു. അതുപോലെ മനസ്സും ബുദ്ധിയും ഇതിന് അപ്പുറത്തേക്കുള്ള അനുമാനം മുതലായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ പ്രമാണങ്ങളാണ്. നമ്മുടെ യുക്തിയെല്ലാം പ്രമാണമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അറിയാൻ കഴിയാത്തതിനെയാണ് ശബ്ദം എന്നറിയപ്പെടുന്ന വേദം അറിയിക്കുന്നത്. അതുകൊണ്ട് വേദമാണ് ഈ ബ്രഹ്മവിഷയത്തിൽ ആകെയുള്ളൊരു പ്രമാണം. ഈ ബ്രഹ്മത്തെ അറിയാൻ മറ്റ് പ്രമാണങ്ങളൊന്നും പ്രവേശിക്കില്ല അവിടേക്ക്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ.
എല്ലാവരും ആ ശ്രീകോവിലിലേക്ക് പ്രവേശനമില്ലാതെ ഗോപുരദ്വാരത്തിൽ നിൽക്കുന്നവരെ പോലെ നിസ്സഹായരായി നിൽക്കും. ആര്? ഈ മനസ്സും ബുദ്ധിയുമെല്ലാം, ഇന്ദ്രിയങ്ങളെല്ലാം. അപ്പോൾ ആ ശ്രീകോവിലിലേക്ക് പ്രവേശിക്കാൻ ഈ ഇന്ദ്രിയങ്ങളൊന്നും പോരാ. അവിടെ ശബ്ദ പ്രമാണമാണ്, വേദ പ്രമാണമാണ്. ഈ വേദങ്ങളാണ് ശബ്ദരൂപത്തിൽ ഗുരു നമ്മളെ ഉപദേശിച്ച് അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ നമ്മൾ വിചാരം ചെയ്ത്, ആ ലക്ഷ്യാർത്ഥ വിചാരത്തിനാണ് ഈ പറഞ്ഞ ജഹദ് അജഹദ് ലക്ഷണ എന്ന് പറയുന്ന ലക്ഷണാവൃത്തി ഉപയോഗിച്ചുകൊണ്ട് വേണ്ട പോലെ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് സത്യവും ഞാനും ഒന്ന് തന്നെ എന്നുള്ള ഉറപ്പ് നേടുന്നത്. അപ്പോൾ ഈ ബ്രഹ്മം എന്ന പരമതത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനുള്ളതാണ് ഈ വേദ മഹാവാക്യങ്ങൾ. ആ ധർമ്മമാണ് വേദം ചെയ്യുന്നത്. വേദത്തിന് മാത്രമേ അത് സാധിക്കുള്ളൂ. ആ വേദമന്ത്രങ്ങൾ തന്നെയാണ് ഭാഗവതത്തിലും പല ഭാഗത്തായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. എല്ലാ കഥകളിലും അതിൻ്റെ സൂചകങ്ങളായിട്ടുള്ള പദങ്ങൾ, പ്രയോഗങ്ങളുണ്ട്. പല സ്തുതികളിലും നമ്മൾ അത് കണ്ടു. ധ്രുവസ്തുതിയാവട്ടെ, പ്രഹ്ലാദസ്തുതിയാവട്ടെ, അല്ലെങ്കിൽ ദേവകീ സ്തുതിയാവട്ടെ, വസുദേവസ്തുതിയാവട്ടെ, പല ഭാഗത്തും നമ്മളത് കണ്ടു. ഈ തത്വം എന്താണ് എന്നുള്ളത് അതിനെ ഒന്നുകൂടെ 28 മഹാശ്ലോകങ്ങളെ കൊണ്ട് സംഗ്രഹിച്ച് ഉറപ്പിച്ചു തരുന്നതാണ് ഈ വേദസ്തുതി എന്ന് പറയുന്ന ശ്രുതിഗീത. അപ്പോൾ അതാണ് നമ്മൾ ഈ ദശമസ്കന്ധത്തിൽ എന്താണ് ഇതിന് സ്ഥാനം എന്നുള്ളത് ഇന്നലെ ചിന്തിച്ചു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണ അവതാരത്തെ അഥവാ സഗുണ ബ്രഹ്മത്തെ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ച് അതിലേക്ക് നമ്മൾക്ക് ആഭിമുഖ്യം ജനിപ്പിച്ചു, ഭക്തി ജനിപ്പിച്ചു. സഗുണോപാസന, കൃഷ്ണോപാസനയിലൂടെ കൃഷ്ണൻ്റെ മനോഹര രൂപവും കൃഷ്ണൻ്റെ വിവിധ ലീലകളും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണനെ ഉപാസിച്ച് ഈ കൃഷ്ണൻ ബ്രഹ്മം തന്നെ, നിർഗുണ ബ്രഹ്മം തന്നെ എന്നുള്ളതായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ നമ്മുടെ മനോബുദ്ധികളെ ഉയർത്തണം. കൃഷ്ണൻ ബ്രഹ്മം തന്നെ എന്ന് സ്ഥാപിക്കാനാണ് ഈ ശ്രുതിഗീത ഇവിടെ സഗുണം നിർഗുണം തന്നെയാണ്, നിർഗുണം തന്നെയാണ് സഗുണവും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ദശമസ്കന്ധത്തിൽ ശ്രുതിഗീതയുടെ സ്ഥാനം എന്ന് നല്ലോണം ഒന്ന് മനസ്സിരുത്തി ഉറപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് പ്രവേശിക്കുക. വളരെ ഗഹനമാണെങ്കിലും നമുക്ക് ലളിതമായി ഗ്രഹിക്കാനായിക്കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ 2 ശ്ലോകങ്ങളെ കണ്ടുള്ളൂ. തുടർന്നുള്ളത് കാണണം അല്ലേ? ആദ്യം പരീക്ഷിത്തിൻ്റെ ചോദ്യമായിരുന്നു കണ്ടത്. പരീക്ഷിതുവാച ബ്രഹ്മൻ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസദഃ പരേ. പരീക്ഷിത്ത് ചോദിച്ചു, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായ ശ്രീശുക ബ്രഹ്മർഷേ, അനിർദ്ദേശ്യേ നിർഗുണേ സദസദഃ പരേ ബ്രഹ്മണി. ബ്രഹ്മണി എന്നാണ് പ്രധാന പദം. അതിൻ്റെ വിശേഷണങ്ങളായിട്ടാണ് അനിർദ്ദേശ്യേ നിർഗുണേ സദസദഃ പരേ. അനിർദ്ദേശ്യമായതും ഗുണരഹിതമായതും
കാര്യകാരണങ്ങൾക്ക് അതീതമായതുമായ ബ്രഹ്മത്തിൽ, ബ്രഹ്മണി ഗുണവൃത്തയ ശ്രുതയ, ഗുണവൃത്തികളായ ശ്രുതികൾ. ഗുണവൃത്തികൾ എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളിൽ മാത്രം വർത്തിക്കുന്നത്. ഇതിന് സഞ്ചരിക്കാനുള്ള യോഗ്യത ഈ ശബ്ദം എന്ന വാക്കുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത് മീഡിയം ഈ 3 ഗുണങ്ങൾ മാത്രമാണ്. ഗുണങ്ങളിൽ മാത്രം വർത്തിക്കുന്നത് കൊണ്ട് ഗുണവൃത്തികൾ. നല്ല ഉദാഹരണം പറഞ്ഞു. വെള്ളത്തിൽ മാത്രം പോകുന്ന ബോട്ടിന് വിമാനം പോലെ ആകാശത്തിൽ പറക്കാൻ കഴിയുമോ? കരയിൽ ഓടുന്ന വണ്ടികൾക്ക് ആകാശത്തിലോ ജലത്തിലോ പോകാൻ കഴിയുമോ? അപ്പോൾ ഓരോന്നിനും ഓരോ മാർഗങ്ങളുണ്ട്, ഓരോ മീഡിയങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിൽ മാത്രമേ അതിന് പ്രവൃത്തിയുള്ളൂ. മറ്റത് കാണുമ്പോൾ അവിടെ നിൽക്കും. വെള്ളം കണ്ടാൽ കരയിലോടുന്ന വാഹനങ്ങൾ അവിടെ നിൽക്കും, അഥവാ ഇറങ്ങിയാലോ മുങ്ങിപ്പോകും. വിമാനം പൊങ്ങുന്നത് പോലെ കരയിലുള്ളതിനോ ജലത്തിലുള്ളതിനോ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മുകളിലോട്ട് പൊങ്ങാൻ സാധ്യമല്ല. അതുപോലെ ഇവിടെയും ഈ ശ്രുതികൾ എന്ന് പറഞ്ഞാൽ വാക്കുകളാണല്ലോ, വേദം എന്നാൽ ശബ്ദബ്രഹ്മമാണല്ലോ. അപ്പോൾ അത് ഗുണവൃത്തികളാണല്ലോ. സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളെ സംബന്ധിച്ച വസ്തുക്കളെക്കുറിച്ച് പറയാനല്ലേ അതിന് കഴിയുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെ കഥം സാക്ഷാച്ചരന്തി, ഈ ബ്രഹ്മത്തിൽ എങ്ങനെ അത് നേരിട്ട് പ്രവേശിക്കും? നേരിട്ട് പ്രവേശിക്കാൻ അതിന് യോഗ്യതയുണ്ടോ? അതിന് കഴിവുണ്ടോ? എന്തെങ്കിലും സവിശേഷതയുണ്ടോ എന്നതാണ് ചോദ്യം. അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി ആരംഭിച്ചു. ശ്രീശുക ഉവാച ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ ജനാനാം അസൃജത് പ്രഭുഃ മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ച. സുഖബ്രഹ്മർഷി മറുപടി കൊടുക്കുകയാണ്. പ്രഭുഹു എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം ചെയ്യാൻ പ്രഭാവമുള്ളവൻ, സർവശക്തൻ, സർവജ്ഞൻ, സർവവ്യാപി എന്നൊക്കെ അർത്ഥം ആ പ്രഭു ശബ്ദത്തിൽ അടങ്ങി. ഈശ്വര എന്നർത്ഥം. അപ്പൊ ഈശ്വര, സൃഷ്ടികർത്ത ഈശ്വര, അദ്ദേഹം ജനാനാം മാത്രാർത്ഥം ഭവാർത്ഥം ച ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ അസൃജത്. ജനങ്ങൾക്ക് അഥവാ ജീവന്മാർക്ക്, ജനനമുള്ളവരാണ് ജനങ്ങൾ, ജീവന്മാരെന്നർത്ഥമുള്ള ജന്തുക്കൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരേ അർത്ഥം തന്നെ. ജീവ, ജന്തു, ജന ശബ്ദങ്ങളൊക്കെ സമാന അർത്ഥം തന്നെയാണ്. ജീവന്മാർക്ക് മാത്രാർത്ഥം, മാത്ര എന്ന് പറഞ്ഞാൽ വിഷയങ്ങളാണ്, ആ വിഷയങ്ങളെ അനുഭവിക്കാനായിക്കൊണ്ട് എന്നർത്ഥം. ഭവാർത്ഥം എന്ന് പറഞ്ഞാൽ, ഭവം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയാണ്, ക്ഷേമമാണ്. അപ്പോൾ അഭിവൃദ്ധിയെ പ്രാപിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ടും. വെറുതെ അഭിവൃദ്ധി ഉണ്ടാവില്ല. ഇരുന്നിടത്തിരുന്നത് കൊണ്ട് ഒരു അഭിവൃദ്ധി ഉണ്ടാവാൻ പോകുന്നില്ല. എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവണം, ഒരു വൃദ്ധി ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ അതിനാണ് ഓർഗൻസ് ഓഫ് ആക്ഷൻ. അത് അഭിവൃദ്ധിക്കുള്ളതും അറിയാനുള്ള സെൻസ് ഓർഗൻസ്, അതിനാണ് ഇവിടെ മാത്രാർത്ഥം എന്ന് പറഞ്ഞത്. ഈ ലോകത്തെ അറിയാനും അതിനോട് റെസ്പോണ്ട് ചെയ്ത് പ്രതികരിച്ച് പ്രവർത്തിച്ച് ഉയരാനും അഥവാ ക്ഷേമത്തെ പ്രാപിക്കാനുമായിട്ടും, അതുപോലെ ആത്മനെ അവനവൻ്റെ മനസ്സുഖത്തിനായിക്കൊണ്ട്, ഭോഗങ്ങൾക്കായിക്കൊണ്ട്, അതുപോലെ അകൽപ്പനായ ഈ ഇപ്പോഴുള്ള കൽപ്പനകളെയെല്ലാം നിഷേധിച്ച്, ഇതെല്ലാം കൽപ്പനയാണ് എന്നുള്ള അറിവ് നേടി ഇതിനെല്ലാം അതീതരാവാൻ എന്ന് വെച്ചാൽ ഇവിടെ അകൽപ്പനം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെയാണ്. ഈ കാണുന്ന ഈ പ്രപഞ്ചം തന്നെ കൽപ്പനയാണ്. ആ കൽപ്പനയെ നിഷേധിക്കലാണ് അകൽപ്പന. ഇതല്ല, 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 ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ അസത്താണ് എന്ന് എന്താ പറയുക,
നേരത്തെ നമ്മൾ സ്വയം അധ്യസിച്ച് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്നതാണ് 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 എന്ന് പഠിച്ചു വച്ചിട്ടുണ്ട്. ആ അധ്യാസത്തെ നീക്കി ഇതെല്ലാം വാസ്തവത്തിൽ ഇതിൻ്റെ പരമകാരണമായിട്ടുള്ള വസ്തുവാണ്. അതിലുള്ള നാമരൂപങ്ങൾ, അതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞ് എന്താണ് വസ്തു എന്ന് അന്വേഷിക്കലാണ് അകൽപ്പന. യഥാർത്ഥ വസ്തുവിനെ, കൽപ്പനകളെ നീക്കി, തെറ്റിദ്ധാരണകളെ നീക്കി സത്യം അന്വേഷിക്കലാണ് അകൽപ്പന. അപ്പോൾ ആ സത്യാന്വേഷണത്തിനായിക്കൊണ്ട് അഥവാ നിവൃത്തിക്കായിക്കൊണ്ട് അകൽപ്പനായ ബുദ്ധി ഇന്ദ്രിയ മനഃപ്രാണാൻ അസൃജത്. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ മുതലായ ഉപാധികളെ അഥവാ ഉപകരണങ്ങളെ ഈശ്വരൻ സൃഷ്ടികർത്താവ് എല്ലാ ജീവന്മാർക്കും നിർമ്മിച്ചു തന്നു. നിങ്ങളുടെ കയ്യിൽ ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തെ പ്രാപിക്കുവിൻ. ലക്ഷ്യത്തെ പ്രാപിക്കാനുള്ള നമ്മളെ ഒരു സമുദ്രത്തിലേക്ക് തള്ളിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു തോണിയോ ലൈഫ് ബോട്ടോ അത്യാവശ്യം വേണ്ട കരയ്ക്ക് കയറാനും സഹായിക്കുന്നതായിട്ടുള്ള ഉപാധികളോ ഒക്കെ തന്നതുപോലെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് വെള്ളത്തിൽ തള്ളിയിടും. എന്നിട്ട് ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള എയർ നിറച്ചതായിട്ടുള്ള എന്തെങ്കിലും സാമഗ്രികൾ ഇട്ട് തരും അല്ലേ. അപ്പോൾ അതിൽ പിടിച്ച് കയറി നമ്മൾ പതുക്കെ തുഴഞ്ഞ് കരയിലേക്ക് കയറി വരണം. ഇതുപോലെ ഈശ്വരൻ തൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്ത് ഇതിൽ ജീവന്മാരായിരിക്കുന്ന ഓരോരുത്തർക്കും ഇതിൽ നിന്ന് കരകയറാനുള്ള വഴിയും തന്നു. ഇത് മേൽപ്പത്തൂര് നമ്മുടെ നാരായണീയത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അല്ലേ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഗേതാവഹ ജീവഭാജാം ഇത്യേവം ആലോചിതം അജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേ രമേരൻ. അപ്പോൾ അനാദിയായ കർമ്മവാസനകളോടുകൂടിയവരാണ് ഈ ജീവന്മാർ, ജനിച്ചവരൊക്കെ. ജനാനാം. അപ്പോൾ ഈ ജനിച്ചവർക്കൊക്കെ കരകയറാനുള്ള ഉപാധിയും തന്നു. ഇവിടെ ഗുരുവായൂരപ്പൻ എന്നൊരു ഉപാധിയെ ആലംബനമാക്കി ഭഗവാൻ തന്നെ സ്വയം തന്നു. ആ ഗുരുവായൂരപ്പൻ്റെ കാല് പിടിച്ച് കരയ്ക്ക് കയറാം. അതാണ് അവിടെ വർണ്ണിച്ചത്. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപത്തെ മേൽപ്പത്തൂര് കണ്ടതോടുകൂടി ബോധ്യമായി ഭഗവാൻ നമ്മളെ ഈ സംസാരത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടത് നമ്മൾക്ക് സ്വയം പര്യാപ്തത നേടാനാണ്. തിരിച്ച് നമ്മൾ സ്വധാമത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെയോ ഇരുട്ടത്ത് അലഞ്ഞു തിരിയായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ട് പ്രകാശപൂർണമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ സംസാരത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ഗുരുവായൂരപ്പനെ കാണുന്നതോടുകൂടി ഗുരുവായൂരപ്പൻ്റെ പാദം പിടിച്ച് കരയ്ക്ക് കയറുന്നു എന്ന് സൂചിപ്പിച്ചു. അപ്പം അതുപോലെ ഇവിടെ ആത്മനെ അകൽപ്പനായ ഈ എല്ലാ കൽപ്പനകൾക്കും അതീതരായി തീരാൻ, എല്ലാ ഉപാധികൾക്കും അതീതരായി തീർന്ന് സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോക്കാണ് അകൽപ്പന. അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ ഉറച്ചിരിക്കലാണ്. അപ്പോൾ അതാണ് വേണ്ടത്, മോക്ഷത്തെ സാധിപ്പിക്കുക. അപ്പോൾ അതിനുള്ള വഴിയാണ് ഭഗവാൻ തന്നെ തൻ്റെ ശ്വാസം എന്നുള്ള രീതിയിൽ ഭഗവാൻ ലോകത്തിന് വേദങ്ങളെ
നൽകിയിരിക്കുന്നത്. ഭഗവാന്റെ ശ്വാസങ്ങൾ തന്നെയാണ് വേദങ്ങൾ. ആ ഭഗവാന്റെ വാക്കുകളാകുന്ന വേദങ്ങളെ പിന്നീട് പരമ്പരയാ ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ ഏറ്റെടുത്തു. അവരെയാണ് ഋഷീശ്വരന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവീക ഋഷീശ്വരന്മാർ അവർ പരമ്പരയാ അത് ഉപദേശിച്ചു. ക്രമത്തിൽ ഗുരുശിഷ്യ ബന്ധങ്ങളിലൂടെ പരമ്പരയാ അത് ഉപദേശിച്ചു. ആ പരമ്പരയിലൂടെ വന്ന ജ്ഞാനം, വേദങ്ങളിലുള്ള സാരമായിട്ടുള്ള ജ്ഞാനം, അത് നിനക്ക് ഞാൻ ഉപദേശിക്കാമെന്ന് ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാൻ പോവുകയാണ്. 4-ാമത്തെ ശ്ലോകത്തിലാണ് ഞാൻ നിനക്ക് ഉപദേശിക്കാം എന്ന് പറയുന്നത്. അതിനു മുമ്പ് 3-ാമത്തെ ശ്ലോകത്തിൽ ആ സമ്പ്രദായത്തെക്കുറിച്ച് പറയണം. സൈഷാഹ്യുപനിഷദ് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേത്യസ്താം ക്ഷേമം ഗച്ഛേദകിഞ്ചനഃ. സൈഷാഹ്യുപനിഷദ് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേത്യസ്താം ക്ഷേമം ഗച്ഛേദകിഞ്ചനഃ. സൈഷാ സാ യേഷാ ഹി ഉപനിഷത്ത് ബ്രാഹ്മീ പൂർവേഷാം പൂർവജൈർധൃത. ഇപ്പോൾ ബ്രാഹ്മി എന്ന് പറയുന്നുണ്ട്. ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സംബന്ധിക്കുന്നത്, പരമസത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള സാ യേഷാ ഉപനിഷത്ത്, ആ ഈ ഉപനിഷത്ത്, ആ എന്ന് പറഞ്ഞതോടെ അതിപ്രാചീനമായത്, സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഈശ്വരൻ തന്നെ തൻ്റെ ശ്വാസരൂപത്തിൽ ലോകത്തേക്ക് നൽകിയിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ പ്രാണനാണ് ഈ വേദങ്ങൾ. ഭഗവാന്റെ ശ്വാസമാണ് എന്ന് പറയുന്നതിലൂടെ ഈ ലോകം നിലനിൽക്കുന്നത് ശ്വാസം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? പ്രാണവായു ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ ലോകത്തിന് പ്രാണവായു എത്ര വിശേഷമാണോ, എത്ര അത്യാവശ്യമാണോ, അതുപോലെ എല്ലാവരും ധരിക്കേണ്ടതാണ് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം. എന്നിട്ട് അതിനനുസരിച്ച് ആദ്യം ധാർമ്മികമായി ജീവിക്കുകയും അതിലൂടെ അന്ധക്കരണ ശുദ്ധി നേടി മോക്ഷത്തിന് അധികാരികളായി തീരുകയും പിന്നീട് ആ മോക്ഷശാസ്ത്രങ്ങളെ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് ആ സത്യസാക്ഷാത്കാരം നേടുകയും വേണം. അപ്പോൾ അതാണ് സാ യേഷാ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അത് ഉപനിഷത്താണ്. ഉപനിഷത്ത് ഗുരുവിൻ്റെ സമീപത്ത്, ഗുരുവിൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് അധ്യയനം ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നും നമ്മുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് എന്നും അർത്ഥമുള്ളതായിട്ടുള്ള വാക്കാണ് ഉപനിഷത്ത്. അപ്പോൾ ആ ഉപനിഷത്ത് ആ എന്ന് പറഞ്ഞു പൂർവീകത്തെ സൂചിപ്പിക്കാൻ, ഈ എന്ന് പറഞ്ഞത് ഏഷാ എന്ന് പറഞ്ഞത്, സാ എന്നുള്ളത് പരോക്ഷമായതിനെയാണ് സാ എന്ന് പറയുക. തത് ശബ്ദമാണ് അത്, എവിടെയോ ഉള്ളത്. ഏഷ എന്ന് പറയുന്നത് പ്രത്യക്ഷമായതിനെ, സമീപസ്ഥമായതിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ ഈ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്ന് പറയുമ്പോഴോ ഇപ്പോഴും ഇവിടെ ഈ ഗുരുപരമ്പരയിലൂടെ സുലഭമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഗുരുവിൽ നിന്ന്, അല്ലേ? സദാശിവ സമാരംഭാം എന്ന് പറയുമ്പോൾ സദാശിവനെ പറയുമ്പോൾ സാ എന്നും, ശങ്കരാചാര്യ മധ്യമാം അസ്മദ് ആചാര്യ പര്യന്ത, എൻ്റെ ഈ ഇപ്പോഴുള്ള ആചാര്യൻ്റെ വരേക്കും, ഈ ആചാര്യൻ വരെയുള്ള. അപ്പം എന്തായി? യേഷാ, എൻ്റെ മുമ്പിലിരിക്കുന്ന ആചാര്യൻ, അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത് അതുതന്നെയാണ് ഇത്. ഭഗവാൻ ഉപദേശിച്ച ഉപനിഷത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഗുരുമുഖത്തു നിന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഈ ഉപനിഷത്ത് പൂർവേഷാം പൂർവജൈഹി ധൃത. പൂർവേഷാം പൂർവജൈഹി, പൂർവേഷാം എന്ന് പറഞ്ഞാൽ പൂർവീകന്മാര്, അവരിൽ വെച്ച് പൂർവജൈഹി, അവർക്കും മുമ്പേ ജനിച്ചവരാൽ എന്നർത്ഥം. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷിയാണ് പറയുന്നത്, അദ്ദേഹത്തിനൊക്കെ എത്രയോ പൂർവീകന്മാരുണ്ട്.
അവരുടെയൊക്കെ ഏറ്റവും പൂർവീകന്മാരാൽ എന്ന് പറയണം. ഇവിടെ സനകാദി ഋഷീശ്വരന്മാരെയും നാരായണ ഋഷിയെയും ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അവരൊക്കെ പൂർവീകന്മാരാണ്. പൂർവേഷാം പൂർവജയി, പൂർവീകന്മാരിൽ വെച്ച്, മുമ്പുണ്ടായിരുന്നവരിൽ വെച്ച് ഏറ്റവും മുമ്പേ ഉണ്ടായിരുന്നവർ, ആ പൂർവജന്മാരാൽ ധൃത, അവർ ധരിച്ചിരുന്നു, അവർ ഈ അറിവ് ധരിച്ചിരുന്നു. ഈ അറിവായിരുന്നു അവരുടെ ഏറ്റവും വിലപിടിച്ച ധനം. അങ്ങനെ ധരിച്ചിരുന്ന ആ അറിവ് യഹ ശ്രദ്ധയാ താം ധാരയേത്, യഹ ഏതൊരുവനാണോ ശ്രദ്ധയാ, ശ്രദ്ധ ആസ്തിക്യ ബുദ്ധി, സത്യമാണെന്നുള്ള ഉറപ്പ്, ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധിയാണ്, ആസ്തിക്യ ബുദ്ധിയാണ്, ഇത് ശരിയാണ് എന്നുള്ള ബോധ്യമാണ്, സംശയരഹിതമായിട്ട് അതിനെ സ്വീകരിക്കുവാനുള്ള തുറന്ന മനസ്സാണ് ശ്രദ്ധ. യാതൊരു തരത്തിലുള്ള മത്സരബുദ്ധിയുമില്ലാതെ അനാവശ്യമായിട്ടുള്ള കുതർക്കങ്ങളും വിദണ്ഡങ്ങളും ഒന്നും പ്രയോഗിക്കാതെ, സംശയമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അതിനെ നിവാരണം ചെയ്യുവാനായിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രം, അനാവശ്യമായിട്ടുള്ള കുറേ ചോദ്യങ്ങളല്ല. തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാനോ ഗുരുവിനെ പരീക്ഷിക്കുവാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള തർക്കങ്ങളല്ല വേണ്ടത്. സംശയ നിവാരണത്തിനായിക്കൊണ്ട് ചോദിക്കാം, പക്ഷേ അതിനും ക്ഷമയുണ്ടായാൽ മതി. സംശയം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെത്താൻ സംശയം നീങ്ങും. ക്ഷമയില്ലാത്തതുകൊണ്ടാണ് എടുത്തു ചാടി ചോദിക്കുന്നത്. നമ്മുടെ ഗുരുകുലത്തിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ വേദാന്ത ക്ലാസ്സുകളൊക്കെ ആചാര്യന്മാർ, ഞങ്ങൾക്ക് ഗുരുക്കന്മാരെടുക്കുമ്പോൾ നമ്മൾ കേട്ടിരുന്നാൽ മതി, ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ ഓൾറെഡി സംവാദങ്ങളാണ്, ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ് ഈ ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ ഗുരുക്കന്മാർക്ക് അറിയാം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത്. കാരണം അവരും ഇതൊക്കെ കടന്നു വന്നവരാണ്, ഈ അവസ്ഥയൊക്കെ കടന്നു വന്നവരാണ് ഗുരുക്കന്മാരും. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സിൽ ഇന്ന ചിന്തകളും സംശയങ്ങളും പൊങ്ങി വരുന്നുണ്ടാവും. അതിനെ ഉടനെ നിവാരണം ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ചെയ്തില്ലെങ്കിൽ അതൊരു തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് അപ്പപ്പോൾ അത് നിവാരണം ചെയ്യാനുള്ള വാക്യങ്ങൾ, ഉപദേശങ്ങൾ പിന്നാലെ തന്നെ വരും. എല്ലാം കൂടി ഒന്നിച്ച് ഛർദ്ദിക്കാൻ പറ്റില്ല. ക്ഷമയോടുകൂടി കേൾക്കുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്, ഗുരുക്കന്മാരും അതിനെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ തെരുവിൽ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളെ പോലെയുള്ള വാക്യങ്ങളല്ല, എവിടെയും തൊടാതെ, അല്ലേ, പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലും അല്ല പറയുന്നത്. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനസ്സെന്തായിരിക്കും, അവരുടെ ഉള്ളിൽ ഏതെല്ലാം സംശയങ്ങളും ചിന്തകളും പൊങ്ങി വരുന്നുണ്ടാവും എന്ന് ഒരു സഹൃദയനായ കരുണാമൂർത്തിയായിട്ടുള്ള ഒരു ഗുരുവിന്, ആചാര്യന് അറിയാം. അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ഇരിക്കൂ, ഉടനെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്ന് നമ്മുടെ ഗുരുനാഥന്മാർ പറയും. ഇത് ഓരോരുത്തരും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ട് പോവില്ല, അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ പറയുന്ന ആശയങ്ങളുടെ ആ ഒരു ഗരിമയും അതിൻ്റെ ഒഴുക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകും, ഡിസിപ്പേറ്റഡ് ആയി പോകും കേൾക്കുന്നവരുടെ ചിന്തകൾ. അപ്പോൾ ഇവിടെ യഹ ശ്രദ്ധയാ താം ധാരയേത്, ആരാണോ ശ്രദ്ധയോടുകൂടെ ആ ഉപനിഷത്തിനെ, ആ ബ്രഹ്മത്തെ സംബന്ധിച്ച പൂർവീകന്മാർ പരമ്പരയാ വഹിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ഈ അറിവിനെ, ഈ ഉപനിഷത്തിനെ ശ്രദ്ധയോടുകൂടി ധരിക്കുന്നത്, അകിഞ്ചന ക്ഷേമം ഗച്ഛേത്,
ക്ഷേമം ഗച്ഛേത് അകിഞ്ചന, അവൻ അകിഞ്ചനായിട്ട് ക്ഷേമത്തെ ഗമിക്കും. ഇവിടെ അകിഞ്ചനാവുക എന്ന് പറഞ്ഞാൽ ഒന്നിലും ആസക്തിയില്ലാത്തവനായി തീരുക. തൻ്റെ മമതയെല്ലാം വെടിഞ്ഞ് ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള അറിവ് ഉറയ്ക്കലാണ് അകിഞ്ചനത്വം. അല്ല ഒന്നുമില്ലാതായി ദരിദ്രനാവുക എന്നുള്ള അർത്ഥത്തിലല്ല. ദരിദ്രനായാലും മനസ്സിൽ ഇതെല്ലാം ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവൻ അകിഞ്ചനാവുന്നില്ല. അവൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരം ചുമക്കുകയാണ്. അപ്പോൾ അകിഞ്ചന എന്ന് പറഞ്ഞാൽ സന്യാസീ ഭൂത്വ പുത്രേഷണ വിത്തേഷണ ലോകേഷണ, ഈ ഏഷണകളെല്ലാം മനസ്സിൽ നിന്ന് പോയിട്ട് ആസക്തിയെല്ലാം പോയവനായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അകിഞ്ചന, അവൻ്റെ ദേഹത്തിലും മനസ്സിലും പോലും ഒന്നിലും എന്താ പറയുക ഭ്രമം ഉണ്ടാവില്ല, മമതയില്ല. തൻ്റെ ദേഹം പോലും ശാശ്വതമല്ല എന്നറിയാം. ഈ ദേഹമല്ല താൻ എന്നറിയാം. ആ അറിവോടുകൂടി അകിഞ്ചന ക്ഷേമം ഗച്ഛേത്, ക്ഷേമത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ക്ഷേമം? മോക്ഷം ഗച്ഛേത് തന്നെയാണ്. മോക്ഷം തന്നെയാണ് ക്ഷേമം, ശാശ്വതമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ ആ ശാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ ബ്രാഹ്മി എന്ന് പറയുന്ന ഉപനിഷത്തുക്കൾ. ഇത് പരമ്പരാഗതമായി അഥവാ സാമ്പ്രദായികമായി നൽകപ്പെട്ടു വരുന്നതാണ്. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തന്നെ സമ്യക്കായി പ്രദാനം ചെയ്യപ്പെട്ടത്, മുമ്പ് എന്താ പറയുക പൂർവികരിൽ നിന്ന് പിന്നീടുള്ളവർക്ക് അഥവാ ഗുരുവിൽ നിന്ന് ശിഷ്യന് നൽകപ്പെട്ടതിനെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, പാരമ്പര്യം ഉണ്ട്, പരമ്പരയാ വരുന്നതാണ് സമ്പ്രദായം. ആ സമ്പ്രദായത്തെ നമ്മൾ മാനിക്കണം എന്നാണ് ഈ ശ്രദ്ധയാ താം ധാരയേ എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സൈഷാ ഹ്യുപനിഷദ് ബ്രാഹ്മി പൂർവേഷാം പൂർവജൈർധൃത ശ്രദ്ധയാ ധാരയേത്യസ്താം ക്ഷേമം ഗച്ഛേതകിഞ്ചനഃ അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച അത്ര തേ വർണ്ണയിഷ്യാമി ഗാഥാം നാരായണാന്വിതാം നാരദസ്യ ച സംവാദം ഋഷേർനാരായണസ്യ ച. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞിട്ട് ഒരു പൂർവീകരായ ഗുരുശിഷ്യന്മാരെ ഋഷീശ്വരന്മാരെ സ്മരിച്ച് അവരുടെ സംവാദം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. അപ്പോൾ ഇതെൻ്റേതല്ല, ഞാനുണ്ടാക്കിയതായിട്ടുള്ള പുതിയതൊന്നുമല്ല ഇതെനിക്ക് പൂർവീകന്മാരിൽ നിന്ന് കിട്ടിയതാണ്. ഇതിപ്പോൾ സുഖബ്രഹ്മർഷിയാണ് ഇവിടെ പറയുന്നത്. ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണ് അത്രത്തെ വർണ്ണയിഷ്യാമി. അത്ര എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മാറ്റർ എന്നാണ്. ഈ വിഷയത്തിൽ, ഈ ഉപനിഷത്ത് വിഷയത്തിൽ, ഈ ബ്രഹ്മവിദ്യയിൽ, അല്ലെങ്കിൽ നീ ചോദിച്ച ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഗുണവൃത്തികളായ വേദങ്ങൾ നിർഗുണമായ ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ആ വിഷയത്തിൽ എന്നും അർത്ഥം. അത് തന്നെയാണ് മുഖ്യാർത്ഥം. തേ വർണ്ണയിഷ്യാമി, ഞാൻ നിനക്ക് വർണ്ണിച്ചു തരാം, വിശദമാക്കിത്തരാം, വ്യക്തമാക്കിത്തരാം. എന്താണ്? ഗാഥാം നാരായണാന്വിതാം, നാരായണാന്വിതാം ഗാഥാം. നാരായണൻ അന്വിതമായത്, നാരായണൻ ചേർന്നിരിക്കുന്നത്. ഇവിടെ നാരായണ ശബ്ദം ഉദ്ദേശിച്ചിരിക്കുന്നത് നാരായണ ഋഷി, ഭഗവാന്റെ അവതാരമായിരിക്കുന്ന നരനാരായണന്മാരിൽ നാരായണൻ എന്ന ഋഷിയോട് ചേർന്നതായിരിക്കുന്ന ആ ഗാഥയെ, ഗാഥ എന്ന് പറയുമ്പോൾ ചരിതം എന്ന അർത്ഥമാണ് ഇവിടെ. കഥ, ആ ചരിതത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നാരദസ്യ ച സംവാദം
ഋഷേർ നാരായണസ്യ ച. ഋഷി നാരദനും നാരദസ്യ നാരായണസ്യ ഋഷേഹേ സംവാദം. നാരദനും നാരായണനാകുന്ന ഋഷിയും തമ്മിലുള്ളതായിട്ടുള്ള സംവാദം, അതാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നാരദൻ ശിഷ്യൻ അഥവാ ചോദ്യകർത്താവ്, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുന്നതായിട്ടുള്ള ഗുരുവാണ്, വക്താവാണ് നാരായണ ഋഷി. അപ്പം നരനാരായണന്മാരിലെ നാരായണ ഋഷിയും നാരദനും തമ്മിൽ നടന്നതായിട്ടുള്ളൊരു സംവാദം നിനക്ക് ഞാൻ വർണ്ണിച്ചു തരാം, ആ ചരിതം പറഞ്ഞു തരാം എന്ന് പറയാണ്. ആമുഖം പറഞ്ഞു എന്നിട്ട് കഥയിലേക്ക് പ്രവേശിക്കുന്നു. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. ഏകദാ നാരദോ ലോകാൻ പര്യടൻ ഭഗവത് പ്രിയ സനാതനം ഋഷിം ദ്രഷ്ടും യയൗ നാരായണാശ്രമം. ഏകദാ ഒരു കഥ പറയുമ്പോൾ, ഒരു ഇതിഹാസം പറയുമ്പോൾ ഒരിക്കൽ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അത് നടന്ന കഥ തന്നെയാണ് എന്നും എന്താ പറയുക, ഗാഥ എന്നും പറഞ്ഞതിലൂടെ സൂചിപ്പിക്കുകയാണ് ഇതിഹാസം. ഏകദാ ഒരിക്കൽ ഭഗവത് പ്രിയ നാരദ ലോകാൻ പര്യടന്. ഭഗവത് പ്രിയ, ഭഗവാന് വളരെ പ്രിയങ്കരനാണ് നാരദ മഹർഷി. ഭഗവാന്റെ ഭക്തനാണ്. ഭഗവാനെ അങ്ങോട്ടും പ്രിയമാണ്. ഭഗവത് പ്രിയ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും എടുക്കാം. ഭഗവാനോട് പ്രിയമുള്ളവൻ ഭഗവത് പ്രിയൻ, ഭഗവാന് പ്രിയമുള്ളവൻ ഭഗവത് പ്രിയൻ. രണ്ടർത്ഥത്തിലും നാരദനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സ്നേഹം, ഭക്തി. അപ്പോൾ ഭഗവത് പ്രിയനായ നാരദൻ ലോകാൻ പര്യടൻ, ലോകങ്ങളെ പര്യടനം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സനാതനം ഋഷിം ദ്രഷ്ടും നാരായണാശ്രമം യയൗ. ഇവിടെ സനാതനം ഋഷി എന്ന് പറഞ്ഞാൽ സനാതനൻ എന്ന ഋഷിയെ കാണാനല്ല, നാരായണാശ്രമത്തിലേക്കാണ് പോയത്. നാരായണാശ്രമത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ നാരായണനായ ഋഷിയെ കാണാനാണ്. ആ നാരായണനായ ഋഷിയെ വർണ്ണിച്ചതാണ് സനാതനം എന്നുള്ള പേര്. സനാതനം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവനും ഇപ്പോഴും ഉള്ളവനും അല്ലേ. ഈ ബ്രഹ്മദേവന്റെ ഈ കൽപ്പം ആരംഭിച്ചപ്പോൾ ഉണ്ടായ പ്രജാപതിമാരിൽ ആ ദക്ഷ പ്രജാപതിമാരുടെ 16 പെൺമക്കളിൽ മൂർത്തി എന്ന് പറഞ്ഞതായിട്ടുള്ള മകൾക്ക് ധർമ്മൻ എന്ന പ്രജാപതിക്കുണ്ടായ അവതാര മൂർത്തികളാണ് നരനാരായണന്മാർ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആരംഭിച്ച അധികകാലം തുടങ്ങുന്നതിന് മുമ്പേ കൽപ്പാദിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അല്ലേ. കൽപ്പാദിയിലാണ് സനകാദികളും പ്രജാപതികളും ഒക്കെ ഉണ്ടായത്. ആ പ്രജാപതികളിൽ ഇളയവനായിട്ടുള്ള ദക്ഷന്റെ പൗത്രനാണ് ഒരു കണക്കിന് നരനാരായണന്മാരിൽ നാരായണ ഋഷി. ദക്ഷന്റെ മകളുടെ മകനാണ്. അപ്പോൾ കൽപ്പാദിയിൽ തന്നെ ഉള്ള ആളാണ്. ഇനി കൽപ്പ അവസാനം വരെയും നിലനിൽക്കുന്ന ആളുമാണ്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സനാതനം ഋഷിം എന്നുള്ളത് സനകൻ, സനാതനൻ, സനൽകുമാരൻ മുതലായ ഋഷിമാരിൽ ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല. സനാതനനായ അഥവാ ശാശ്വതനായ കൽപ്പാദി മുതൽക്ക് കൽപ്പാന്തം വരെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി അവതരിച്ചിരിക്കുന്ന നാരായണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കാണുവാനായി ദ്രഷ്ടും യയൗ ദർശിക്കുവാൻ യാത്രയായി അഥവാ പ്രാപിച്ചു, യാനം ചെയ്തു എന്നൊക്കെ അർത്ഥം. അപ്പോൾ നാരായണാശ്രമം എവിടെയാണ്? ബദരീനാഥ്, ബദരികാശ്രമം തന്നെയാണ്. ബദരീനാഥിൽ 2 പർവ്വതങ്ങളായിട്ട് നരനാരായണ പർവ്വതങ്ങളുണ്ട്. ആ നാരായണ പർവ്വതത്തിലാണ് നാരായണ ഋഷി ആശ്രമമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബദരികാശ്രമത്തിൽ, നാരായണ പർവ്വതത്തിൽ, നാരായണാശ്രമത്തിൽ നാരായണ ഋഷിയെ കാണാനായിക്കൊണ്ട്, ഏറ്റവും പ്രാചീനനായ ഋഷിയെ കാണാനായിക്കൊണ്ട് നാരദൻ ചെന്നു. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണാം
ധർമ്മജ്ഞാനസമോപേതം ആകൽപാത് ആസ്തിതസ്തപഃ. യോ വൈ ഭാരതവർഷേസ്മിൻ ക്ഷേമായ സ്വസ്ഥയേ നൃണാം ധർമ്മജ്ഞാനസമോപേതം ആകൽപാദസ്ഥിതസ്തപഃ. യോ വൈ ഏതൊരുവനാണോ, യഹ വൈ ആരാണ് ഇവിടെ നാരായണ ഋഷിയെക്കുറിച്ച് പറയുകയാണ്, കൂടുതൽ വിവരണങ്ങൾ തരികയാണ്. ഏതൊരുവനാണോ അസ്മിൻ ഭാരതവർഷേ ഈ ഭാരതവർഷത്തിൽ ജംബൂദ്വീപത്തിൻ്റെ ഒരു ഉപഭൂഖണ്ഡമായ അജനാഭവർഷം പിന്നീട് ഭാരതവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് ഇപ്പം അറിയുന്ന പേര് പറഞ്ഞാലേ അറിയുള്ളൂ. അതുകൊണ്ട് ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഭാരതവർഷം എന്ന് പറഞ്ഞു. ഈ കാലത്ത് ഭാരതവർഷം ആയിരിക്കില്ല, ഈ കഥ നടക്കുന്ന കാലത്ത്. വളരെ പ്രാചീനമായിട്ടുള്ള കഥയാണെങ്കിൽ ആ കാലത്തത് അജനാഭവർഷം അല്ലെങ്കിൽ ജംബൂദ്വീപം എന്ന് പോലും പേരായിട്ടുണ്ടോ എന്ന് സംശയം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാരതവർഷം, അസ്മിൻ ഭാരതവർഷേ ഈ ഭാരതവർഷത്തിൽ നൃണാം ക്ഷേമായ സ്വസ്ഥയേ, നൃണാം നരന്മാരുടെ ലോകത്തിൻ്റെ അഥവാ ഭാരതത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമായ ക്ഷേമത്തിന് അഥവാ അഭിവൃദ്ധിക്ക് അവരുടെ സുരക്ഷിതത്വത്തിനൊക്കെ ആയിക്കൊണ്ടും സ്വസ്ഥയെ അവരുടെ അന്ധക്കരണത്തിന് ശാന്തി ഉണ്ടാവാനും ആനന്ദമുണ്ടാകാനുമായിക്കൊണ്ട് ധർമ്മജ്ഞാന സമോപേതം തപഃ ആകൽപാത് ആസ്ഥിതഃ. ധർമ്മം ജ്ഞാനം ശമം ഇതിനോട് ഉപേതം ചേർന്നത്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് സ്വസ്തിക്കായിക്കൊണ്ട് എന്ന് പറഞ്ഞു. വർണ്ണാശ്രമ ധർമാദികൾക്ക് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ഉപദേശിച്ചുകൊണ്ടും ജ്ഞാനം അഥവാ അറിവ് ഉപദേശിച്ചുകൊണ്ടും ധർമ്മജ്ഞാന ശമം, ശമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണം എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടും തപഃ ആസ്ഥിതഃ തപസ് ആചരിക്കുന്നവൻ. ഇവിടെ ആകൽപാദ് എന്നുള്ളത് കൊണ്ട് കൽപ്പാതി മുതൽക്ക് എന്നും എടുക്കാം. ആകൽപാദ് എന്നുള്ളത് കൊണ്ട് കൽപ്പാന്ത്യം വരെ. ബ്രഹ്മദേവന്റെ രാത്രി ആരംഭിക്കുമ്പോൾ അത് നൈമിത്തിക പ്രളയമാകും. പകലാണ് കൽപ്പം. അപ്പോൾ ബ്രഹ്മദേവന്റെ ഈ പകൽ 1000 ചതുർയുഗം. ഈ 1000 ചതുർയുഗ കാലമാണ് ഈ നാരായണ അവതാരത്തിന് എന്താ പറയുക സ്ഥാനം. അത് കഴിഞ്ഞാൽ അവതാരം ഉപസംഹരിക്കും. പിന്നെ വേണ്ടപ്പോൾ അടുത്ത കൽപ്പത്തിൽ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള രൂപത്തിൽ വരും. അപ്പോൾ ഈ എന്താ പറയുക ശ്വേതവരാഹ കൽപ്പത്തിൽ അവൈലബിളായിട്ടുള്ള ഒരു വിശേഷ അവതാരമാണ് നാരായണ അവതാരം. ആ കൽപ്പം അന്ത്യം വരേക്കും ഈ ലോകത്തിൻ്റെ ശാന്തിക്കായി നിലനിൽപ്പിനായി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു ഈ നാരായണാശ്രമത്തിൽ അഥവാ ബദരികാശ്രമത്തിൽ. അപ്പോൾ അതാണ് ധർമ്മജ്ഞാന സമോപേതം തപഃ ആകൽപാത് ആസ്ഥിതഃ. കൽപ്പാതി മുതൽ കൽപ്പാന്തം വരെ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം പ്രണതോ പൃച്ഛത് ഇദമേവ കുരുദ്വഃ. തത്രോപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം പ്രണതോ പൃച്ഛത് ഇദമേവ കുരുദ്വഃ. തത്ര ഉപവിഷ്ടം ഋഷിഭിഃ കലാപഗ്രാമവാസിഭിഃ പരീതം. അപ്പൊ തത്ര അവിടെ ഈ നാരായണാശ്രമത്തിൽ കലാപഗ്രാമവാസിഭിഃ ഋഷിഭിഃ പരീതം ഉപവിഷ്ടം. അവിടെ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനാണ്. കലാപഗ്രാമവാസികൾ എന്ന് പറഞ്ഞു. ഇവിടെ കലാപഗ്രാമം എന്ന് പറയുന്നത് ബദരികാശ്രമ പ്രദേശം തന്നെയാണ്. അവിടെയുള്ള ഗ്രാമത്തിൻ്റെ പേര് തന്നെയാണ് കലാപഗ്രാമം എന്ന്. അപ്പം ആ ബദരികാശ്രമ
ഗ്രാമം അവിടെയുള്ള വാസികളായിട്ടുള്ള ഋഷികളോടുകൂടെ പരീതം അവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഉപവിഷ്ടനായിരിക്കുന്ന നാരായണ ഋഷിയെ ചെന്ന് നാരദൻ കണ്ട് പ്രണമിച്ചവനായി അപൃച്ഛത് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. ഇതമേവ എന്ന് പറയുമ്പോൾ മുമ്പ് പരീക്ഷിത്ത് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്ന് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം. നീ ചോദിച്ചില്ലേ ചോദ്യം, ഹേ കുരുദ്വഹ, കുരുവംശത്തെ നിലനിർത്തുന്നവനെ, കുരുവംശത്തിന് ഭൂഷണമായിരിക്കുന്നവനെ, നീ ഏത് ചോദ്യമാണ് ചോദിച്ചത്? നീ ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഗുണവൃത്തികളായ വേദങ്ങൾ അനിർദ്ദേശ്യവും നിർഗുണവുമായിട്ടുള്ള ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്നത്, ചരിക്കുന്നത്? അപ്പോ അതേ ചോദ്യം ഈ നാരദൻ ചോദിച്ചു. അപ്പൊ നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തന്നെ നേരിട്ട് മറുപടി പറയേണ്ട കാര്യമില്ല. ഇതേ ചോദ്യം മുമ്പുള്ളവരും ചോദിച്ചിട്ടുണ്ട്, അത് നാരദ മഹർഷി ചോദിച്ചിട്ടുണ്ട്. അതിന് നാരായണ ഋഷി നാരദ മഹർഷിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നിനക്ക് ഞാൻ പറഞ്ഞുതരും. തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാം ഇദം യോ ബ്രഹ്മവാദഃ പൂർവേഷാം ജനലോകനിവാസിനാം. തസ്മൈ ഹ്യവോചത് ഭഗവാൻ ഋഷീണാം ശൃണ്വതാം ഇദം യോ ബ്രഹ്മവാദഃ പൂർവേഷാം ജനലോകനിവാസിനാം. അവിടെ ഋഷീണാം ശൃണ്വതാം, അവിടെയുള്ള കലാപഗ്രാമവാസികളായ ഋഷിമാരെല്ലാം കേട്ടുകൊണ്ടിരിക്കേ. നാരായണ ഋഷി നാരദ മഹർഷിക്ക് മറുപടി കൊടുക്കുമ്പോൾ ചുറ്റും ഉള്ളവരെയൊന്നും പറഞ്ഞയച്ചില്ല, അവരുമൊക്കെ കേൾക്കട്ടെ. കാരണം അവരും ആ ഔന്നത്യത്തിലെത്തിയവരാണ്. എന്താ പറയുക, ബദരികാശ്രമത്തിൽ നിത്യമായി തപസ് ചെയ്യണമെങ്കിൽ ഒരു യോഗ്യത വേണം. അപ്പൊ അങ്ങനെയുള്ള ആ ഋഷിമാർ കേട്ടുകൊണ്ടിരിക്കെ ഋഷീണാം ശൃണ്വതാം തസ്മൈ നാരദായ എന്നർത്ഥം. ആ നാരദനായിക്കൊണ്ട് ഭഗവാൻ, ഇവിടെ ഭഗവാൻ സർവജ്ഞനായ ജ്ഞാനമൂർത്തിയായ നാരായണ ഋഷി ഇതം അവോചത്, ഇതിനെ പറഞ്ഞു. ഞാൻ ഇനി പറയാൻ പോകുന്ന അവരുടെ ആ വാക്യങ്ങളെ പറഞ്ഞു എന്നർത്ഥം. ജനലോക നിവാസിനാം പൂർവേഷാം യഹ ബ്രഹ്മവാദഃ അഭൂത്. ഞാൻ പറയാൻ പോകുന്നത് ഏതാണ്? ജനലോക നിവാസിനാം പൂർവേഷാം യഹ ബ്രഹ്മവാദഃ അഭൂത്. അപ്പൊ ജനലോക നിവാസി എന്ന് പറഞ്ഞാല് ഊർധ്വലോകമായ ജനലോകത്തിൽ വസിക്കുന്നവർ. നമുക്ക് അറിയാം, ഭൂമിക്ക് ഉപരിഭാഗത്ത് 7 ലോകങ്ങളുണ്ട്. അല്ല, ഭൂമി അടക്കം 7 ലോകങ്ങൾ. ഭൂർഭുവ സ്വഹ മഹഃ ജനഃ തപഃ സത്യം, ഇങ്ങനെയാണ് 7 ലോകങ്ങൾ. അപ്പൊ അതിൽ ജനലോകം കഴിഞ്ഞിട്ടാണ് തപോലോകം, തപോലോകം കഴിഞ്ഞ് സത്യലോകം. അപ്പൊ ബ്രഹ്മലോകമാണ് സത്യലോകം. അപ്പൊ സത്യലോകത്തിന്റെ തൊട്ട് താഴെയുള്ളതിന്റെ തൊട്ട് താഴെ 14 ലോകങ്ങളിൽ 12ാം സ്ഥാനത്തിരിക്കുന്ന ലോകം. ഭൂമിക്ക് മുകളിൽ ഭൂമി അടക്കം ഭൂർഭുവ സ്വഹ മഹഃ ജനഃ, പിന്നെ തപഃ സത്യം. അപ്പൊ ആ ലോകമാണ് ജനലോകം എന്ന് വെച്ചാൽ അത്രയും ഉന്നതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചവരാണ്. ബ്രഹ്മലോകത്തും എപ്പോഴും പോയിട്ട് വരാനുള്ള ഫ്രീ വിസയൊക്കെ ഉള്ളവരാണ് ഈ സനകാദികൾ. വൈകുണ്ഠത്തിലും പോകാവുന്നവരാണ്. അപ്പോൾ ആ ഉയർന്ന തലത്തിലെത്തി ജനലോകവാസികളായിരിക്കുന്ന പൂർവേഷാം, ആ പൂർവന്മാർക്ക് തമ്മിൽ യഹ ബ്രഹ്മവാദഃ അഭൂത്, ഏതൊരു ബ്രഹ്മവാദം ഭവിച്ചുവോ. ബ്രഹ്മവാദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ സംബന്ധിച്ച വാദം, വേദത്തെ സംബന്ധിച്ച ചർച്ച എന്നർത്ഥം. അപ്പോൾ ഇത് ബ്രഹ്മവാദം എന്ന് പറഞ്ഞാൽ ഈ സനകാദികൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ബ്രഹ്മദേവനിൽ നിന്ന് മുമ്പ് കിട്ടിയതാണ്. ആ സനകാദികൾ തമ്മിൽ സംഭാഷണം ചെയ്യുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പം അതിലൂടെ ഗുരുപരമ്പരയായിട്ട് ബ്രഹ്മദേവൻ, സനകാദികളിൽ നിന്ന് നാരായണ ഋഷി, കഴിഞ്ഞ് നാരദനിൽ നിന്ന്
ഇപ്പോൾ ദാ ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിക്കുന്നു. ആ നാരദൻ വ്യാസൻ ഉപദേശിച്ചതായിരിക്കാം, വ്യാസൻ ശ്രീശുകൻ ഉപദേശിച്ച് ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിക്കുന്നു. ഇങ്ങനെ ക്രമത്തിൽ ആ ഒരു ഗുരുപരമ്പരയെയും ഇവിടെ സ്മരിച്ചു, നമുക്കും സ്മരിക്കാം. അപ്പോൾ നല്ല ഉറച്ച പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ജ്ഞാനം. ഇത് ടൈം ടെസ്റ്റഡാണ്, കാലം കൊണ്ട് പരീക്ഷിച്ച് ബോധ്യം വന്നിട്ടുള്ളതാണ്. എത്രയോ അനാദികാലമായി നിലനിൽക്കുന്നതാണ്, ഇനിയും നിലനിൽക്കും. മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം കാലം, വിവേകമുള്ള ആളുകളുള്ളിടത്തോളം കാലം ഈ വേദശാസ്ത്രങ്ങൾ നിലനിൽക്കും. അപ്പോൾ എന്താ അവർ തമ്മിലുണ്ടായ സംവാദം നിനക്ക് പറഞ്ഞു തരാമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് ശ്രീ ഭഗവാനുവാച സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ തത്ര സ്ഥാനം മാനസാനാം മുനീനാമൂർധ്വരേതസാം. ശ്രീ ഭഗവാനുവാച സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ തത്ര സ്ഥാനം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ഇപ്പൊ ശ്രീ ഭഗവാനുവാച എന്നുള്ളത് ഇവിടെ നാരായണ ഋഷി ഉവാച എന്ന അർത്ഥത്തിൽ, നാരായണൻ സ്വയം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഉപദേശിക്കുന്നു. സ്വയംഭുവ, ഇവിടെ സ്വയംഭുവ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ സ്വയംഭുവായ ബ്രഹ്മദേവന്റെ പുത്ര നാരദ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. ബ്രഹ്മസത്രം ജനലോകേ അഭവത് പുരാ. പുരാ ജനലോകേ ബ്രഹ്മസത്രം അഭവത്. പുരാ പണ്ട്, ഏതോ കാലത്ത്, ജനലോകേ ആ ജനലോകത്തിൽ വെച്ച് ബ്രഹ്മസത്രം അഭവത്. ബ്രഹ്മസത്രം എന്ന് പറഞ്ഞാൽ വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു, എന്താ പറയുക, ഒരു സഭ. കർമ്മസത്രമല്ല എന്നർത്ഥം. കർമ്മസത്രം എന്ന് പറഞ്ഞാൽ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്ന യജമാനന്മാർ. യജമാനൻ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവൻ എന്നാണ്, യജിക്കുന്നവൻ യജമാനൻ. അപ്പോൾ യജമാനന്മാർക്കായിട്ട് പലരും ചേർന്ന് യാഗങ്ങൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മസത്രം. ഇവിടെ കർമ്മങ്ങളില്ല, വേദാന്ത വിചാരമേ ഉള്ളൂ, അഥവാ വേദവിചാരമേ ഉള്ളൂ. അതാണ് ഇതിന് ബ്രഹ്മസത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള അറിവുള്ള ആളുകൾ തമ്മിൽ കൂടിയതായിട്ടുള്ള ഒരു സഭ ജനലോകത്തിൽ ഉണ്ടായി. തത്രസ്ഥാനാം മാനസാനാം മുനീനാം ഊർധ്വരേതസ. ആരുടെ സഭയാണത്? ആര് തമ്മിലാണ് ഈ സത്രം നടന്നത്? ഈ ജനലോകവാസികൾ, അതാണ് തത്രസ്ഥന്മാര്. തത്രസ്ഥന്മാരെന്ന് പറഞ്ഞാൽ തത്ര സ്ഥിതന്മാര്, അവിടെ ഇരിക്കുന്നവര്, അവിടുത്തെ വാസികൾ. അപ്പൊ ജനലോകവാസികൾ എന്ന് സൂചിപ്പിക്കാനാണ് അല്ലേ, പാശ്ചാത്യന്മാര് പൗരസ്ത്യന്മാരെന്നൊക്കെ പറയും പോലെ തത്രസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യുന്നവർ. മാനസാന, മാനസന്മാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാര് എന്നുള്ള അർത്ഥത്തിലാണ്. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിട്ടുള്ള ഊർധ്വരേതസാം മുനീന. ഊർധ്വരേതസ്സുകൾ എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരികൾ. രേതസ് താഴോട്ടൊഴുകാത്തവർ, ഒരിക്കലും അവർക്ക് ആ ഒരു വികാരം ഇല്ല. വികാരങ്ങളെ ഊർധ്വമുഖമാക്കിയവർ, നിയന്ത്രിച്ചവർ, അന്തർമുഖരായിട്ടിരിക്കുന്നവർ, ബഹിർമുഖരായി ലോകവിഷയങ്ങളിൽ ആസക്തരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രേതസ് താഴോട്ട് പോവുകയില്ല, സ്ഖലിക്കുകയില്ല. അവരുടെ രേതസ് ബ്രഹ്മചര്യം അത് അവർക്ക് ബുദ്ധിക്ക് ഉപയോഗിക്കുന്നു. അവരുടെ ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്ക് കാരണം തന്നെ ഈ ബ്രഹ്മചര്യമാണ്. അപ്പോൾ ആ ബ്രഹ്മവാദ അല്ല ബ്രഹ്മസത്രം ഊർധ്വരേതസാം മുനീനാം. ഊർധ്വരേതസ്സുകളായ മനനശീലന്മാരായ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ ജനലോകവാസികളായ ഈ സനകാദികൾ തമ്മിൽ ബ്രഹ്മസത്രം ഭവിച്ചു. എപ്പോഴാ ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെ എന്ത് ലോകത്തിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം അറിയുന്ന അല്ലേ, ഫസ്റ്റ് ഇൻവൈറ്റി കൂടി ഞാനായിരിക്കും. BBC അല്ലേ, എല്ലായിടത്തും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും അറിയുകയും
എവിടെയും പ്രവേശനമുള്ള ആളുമാണ്. അങ്ങനെയുള്ള ഞാൻ അറിയാതെ എപ്പോഴാണിത് നടന്നത് എന്നുള്ള സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കാണും. അതിനുടനെ തന്നെ ഗുരു നാരായണ ഋഷി നാരദന് മറുപടി കൊടുത്തു. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്തഃ ശ്രുതയോ യത്ര ശേരതേ തത്രഹായമഭൂത് പ്രശ്നഃ ത്വം മാം യദനുപൃച്ഛസി. സ്വേദദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസ്സു സംവൃത്തഃ ശ്രുതയോ യത്ര ശേരതേ തത്രഹായമഭൂത് പ്രശ്നഃ ത്വം മാം യദനുപൃച്ഛസി. അപ്പോ ത്വയി ശ്വേതദ്വീപം ഗതവതി, നീ ശ്വേതദ്വീപിലേക്ക് പോയപ്പോൾ, നീ അങ്ങ് ശ്വേതദ്വീപം എന്ന സ്ഥാനത്തേക്ക് പോയതായിട്ടുള്ള സമയത്ത്, ശ്വേതദ്വീപം എന്നുള്ളത് പാലാഴി മധ്യത്തിലുള്ള ഒരു ദ്വീപാണ്. അപ്പോൾ അവിടേക്ക് അങ്ങ് പോയതായിട്ടുള്ള സന്ദർഭത്തിൽ എന്തിനു വേണ്ടി? തദീശ്വരം ദ്രഷ്ടും, അവിടുത്തെ ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നുള്ള 4 ചതുർവ്യൂഹം ഭഗവാന്റെ 4 ഭാവങ്ങളുണ്ട്. അതിൽ ശ്വേതദ്വീപിൽ വസിക്കുന്നത് അനിരുദ്ധൻ എന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഭഗവാൻ. അപ്പോൾ അനിരുദ്ധ ഭാവത്തിൽ ശ്വേതദ്വീപിൽ വസിക്കുന്നതായിട്ടുള്ള നാരായണനെ, ഭഗവാനെ ദർശിക്കുവാനായിക്കൊണ്ട് അങ്ങ് ശ്വേതദ്വീപിലേക്ക് പോയ സന്ദർഭത്തിലാണ് ഈ ബ്രഹ്മവാദ സുസംവൃത്തഃ, ഈ ബ്രഹ്മവാദം, വേദങ്ങൾ തമ്മിലുള്ള സംവാദം, വേദങ്ങളെ സംബന്ധിച്ച സംവാദം, സുസംവൃത്തഃ സുഷ്ടു സമ്യക്കായി വർത്തിച്ചു, നന്നായി വർത്തിച്ച ഒരു ചർച്ച ആണ് അവിടെ ഉണ്ടായത്. ശ്രുതയഃ യത്ര ശേരതേ, യാതൊന്നിൽ ശ്രുതികൾ ശയിക്കുന്നുവോ എന്ന് വെച്ചാൽ ബ്രഹ്മവാദത്തിൽ, വേദ വിഷയത്തിൽ, വേദ ചർച്ചയിലാണ് ശ്രുതികൾ ശയിക്കുന്നത്. തത്രഹ അയം അഭൂത് പ്രശ്നഃ ത്വം മാം യദ് അനുപൃച്ഛസി. തത്ര അവിടെ വെച്ച്, ആ സന്ദർഭത്തിൽ, അയം അഭൂത് പ്രശ്നഃ, ഇതേ പ്രശ്നം, ഇതേ ചോദ്യം ഒരാള് മറ്റുള്ളവരോട് ചോദിച്ചു. അപ്പോൾ അതിന് ഒരാൾ മറുപടി പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രശ്നവിചാരം ഉണ്ടായി. ഈ ചോദ്യം ആരോ ഒരാൾ എടുത്തിട്ടു. ഇവർക്ക് എപ്പോഴും സത്സംഗം ചെയ്തുകൊണ്ടിരിക്കലാണ് പണി. അപ്പോൾ അതിൽ അന്നത്തെ പ്രശ്നം ഇതായിരുന്നു. അപ്പോൾ അങ്ങ് നീ എന്ത് ചോദിച്ചുവോ അതേ ചോദ്യം അവിടെയും ഉണ്ടായി. ഹ എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഉറപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതേ ചോദ്യം, അയം അഭൂത് പ്രശ്നഃ ത്വം മാം യദ് അനുപൃച്ഛസി, നീ എന്നോട് ഇപ്പോൾ എന്താണോ ചോദിച്ചത്. അപ്പൊ നാരദൻ നാരായണ ഋഷിയോടും ചോദിച്ചു. അതേ ചോദ്യമാണ് പരീക്ഷത്ത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിച്ചത്. അപ്പം അങ്ങനെ ഒരേ ചോദ്യം തന്നെ പലരും പലരോടും ചോദിച്ചു. അപ്പം നാരദനോട് പറയണം, നീ ചോദിച്ച ചോദ്യത്തിന് അവിടെ ചർച്ചയുണ്ടായി, ഋഷിമാർ തമ്മിൽ ബ്രഹ്മവാദമുണ്ടായി, അതിൽ വേദത്തെ സംബന്ധിച്ച് തന്നെയാണ് ചർച്ച. ആ വിഷയം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തുല്യശ്രുത തപശീലാഹ തുല്യസ്വീയാരിമധ്യമാഹ അഭിചക്രു പ്രവചനം ഏകം ശുശ്രൂഷവോപരേ. തുല്യശ്രുത തപശീലാഹ തുല്യസ്വീയാരിമധ്യമാഹ അഭിചക്രു പ്രവചനം ഏകം ശുശ്രൂഷവോപരേ. അപ്പൊ അവിടെ ജനലോകവാസികൾ ആരാണ്? മാനസന്മാരാണെന്ന് സൂചിപ്പിച്ചു. ആരാ മാനസന്മാര്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അപ്പൊ അവരെല്ലാം എങ്ങനെയുള്ളവരാണ്? 4 പേരും ഒരേ യോഗ്യതകളുള്ളവരാണ്. അതാണ് തുല്യ ശ്രുത തപ ശീലാഹ. അവരുടെ ശ്രുതം എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്ത ശാസ്ത്രജ്ഞാനം. അപ്പൊ ശാസ്ത്രങ്ങളെല്ലാം അവർ ഒരുപോലെ കേട്ട് പഠിച്ചിട്ടുള്ളവരാണ്. ആരാരാ മേലെ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും തുല്യന്മാരാണ്, ശാസ്ത്രജ്ഞാനത്തിൽ തുല്യന്മാരും. അതുപോലെ തപസ്സിലും 4 പേരും തുല്യരാണ്. ശീലത്തിലും സ്വഭാവത്തിലും സുശീലന്മാരാണ് 4 പേരും. അങ്ങനെയുള്ളവരും തുല്യ സ്വീയ അരി മധ്യമാഹ.
സ്വീയന്മാരെന്ന് പറഞ്ഞാൽ സ്വകീയന്മാർ, ഇത് നമ്മുടെ ആളാണ് കേട്ടോ എന്നുള്ള മമത അത് ഇല്ല. അരി എന്ന് പറഞ്ഞാൽ ശത്രു, ഇയാള് നമ്മുടെ ശത്രുവാണ് കേട്ടോ. മധ്യമാഹ, ഇനി മറ്റുള്ളവര് ഇവർ മധ്യമന്മാരാണ് എന്ന് ആളുകളെ വേർതിരിക്കാത്തവരാണ്. സ്വീയന്മാരിലും മധ്യമന്മാരിലും അരികളിലും തുല്യഭാവാഹ. അല്ലാതെ 4 പേരും ഒരേപോലെ, ഒരേ സ്വീയന്മാര് 4 പേർക്കും ഒരേപോലെ ശത്രുക്കൾ 4 പേർക്കും, ഒരാൾക്ക് ഒരാളോട് ശത്രുതയുണ്ടോ 3 പേരും കൂടെ കൂടുക, പക്ഷം ചേരുക. ആ അർത്ഥത്തിലല്ല ഇവിടുത്തെ തുല്യം. ആദ്യത്തെ തുല്യം അവർക്ക് ഈക്വലായിട്ടുള്ള ശാസ്ത്രജ്ഞാനവും തപസ്സും ശീലവുമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അവരുടെ ഈക്വാലിറ്റി അല്ല സൂചിപ്പിക്കുന്നത്. സ്വീയന്മാരിലും അരിയിലും മദ്യത്തിലും തുല്യത. സ്വകീയന്മാരെന്ന് ആരെയും കാണുന്നില്ല, മധ്യമന്മാരെന്നും ആരെയും കാണുന്നില്ല, അരികളെന്നും ആരെയും കാണുന്നില്ല. എന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള രാഗദ്വേഷമില്ലാത്ത നിഷ്കളങ്കർ, ആരിലും ഒരു മുൻവിധിയോടും കൂടി ആരെയും കാണാത്തവരാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ് എന്നർത്ഥം. സമദൃഷ്ടികളാണ് അവര്, തത്വജ്ഞാനികളാണ്, സത്യദർശികളാണ്, അതുകൊണ്ട് തന്നെ സമദൃഷ്ടികളാണ്. അതാണ് ഇവിടെ തുല്യ സ്വീയാരി മധ്യമാഹ. അങ്ങനെയുള്ളവര് ഏകം പ്രവചനം അപരേ ശുശ്രൂഷവഃ ചക്രു. ചക്രുഹു എന്ന് പറഞ്ഞാൽ ചെയ്തു, 4 പേരും കൂടി ചെയ്തു എന്നാണ്. ചകാര ഏകവചനം, ചക്രുഹു ബഹുവചനം. അപ്പോ അവർ ചെയ്തു. എന്ത് ചെയ്തു? ഏകം പ്രവചനം, ഒരാളെ പ്രവക്താവായിട്ട് പ്രവചനം ചെയ്യുന്നവനായിട്ടും, അപരേ ശുശ്രൂഷവഃ, ബാക്കിയുള്ള 3 പേരെ ശുശ്രൂഷുക്കളാക്കിയിട്ട്, ശുശ്രൂഷുക്കൾ ശ്രവിക്കുവാൻ ഇച്ഛയുള്ളവർ ശ്രോതാക്കളായിട്ട് ചക്രുഹു ചെയ്തു. അവർ തീരുമാനിച്ചു, നിശ്ചയിച്ചു. ഇന്നിപ്പോ ഈ പ്രശ്നം ആര് പറയണം, ആര് ചർച്ച ചെയ്യണം? സനന്ദൻ എന്ന് പറഞ്ഞ മഹാത്മാവിനാണ് അന്നത്തെ ദിവസം വക്താവായിരിക്കാനുള്ള നിശ്ചയമുണ്ടായത്. അങ്ങനെ ഏകനായ സനന്ദനനെ വക്താവാക്കിയും ബാക്കി 3 പേര് ശ്രോതാക്കളായും ഭവിച്ചു. ആ ബ്രഹ്മവിചാരം ആരംഭിച്ചു. സനന്ദനൻ പറയാൻ തുടങ്ങുന്നു. ആ സനന്ദനന്റെ വാക്യങ്ങൾ നമുക്ക് വൈകുന്നേരം പറ്റിയ നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഇല്ലെങ്കിൽ നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം.